Good morning. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെ പറഞ്ഞു എടുത്തത് ലോണ്ടറി ആൻഡ് ലിനൻ വായിച്ചു നോക്കിയായിരുന്നോ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതൊക്കെ? What are the different types of laundry collectors? അല്ലേ? അവിടെ വരെയല്ലേ നമ്മൾ പറഞ്ഞത്? അതിന് ഫസ്റ്റത്തെ രണ്ടെണ്ണം പറഞ്ഞായിരുന്നു അല്ലേ? ഒന്നാമത്തെയാണ് യൂസ്ഡ് ലിനൻ, രണ്ടാമത്തെ സോയിൽഡ് ലിനൻ എന്ന് പറഞ്ഞത്. യൂസ്ഡ് ലിനൻ എന്ന് പറഞ്ഞ എന്താ? പേഷ്യൻസ് ഉപയോഗിച്ച തുണിത്തരങ്ങളാണ്. പക്ഷെ നമ്മൾ നേരെ നോക്കുമ്പോൾ പ്രത്യക്ഷത്തില് അത് മലിനമല്ല. ഓക്കെ, അങ്ങനെയുള്ളതാണ്. ഒരു പേഷ്യൻസ് ഉപയോഗിച്ചത് തന്നെയാണ്. പക്ഷെ നമ്മൾ ഡയറക്റ്റ് നോക്കുമ്പോഴെന്താ, അത് വേറെ മലിനമായിട്ടുള്ള ഇതൊന്നുമില്ല. രണ്ടാമത്തെയാണ് സോയിൽഡ് ലിനൻ എന്ന് പറഞ്ഞത്. ഓക്കെ, ദിസ് ടൈപ്പ് ഓഫ് ലിനൻ ഹാസ് ബീൻ കണ്ടാമിനേറ്റഡ് ഓർ പെയിന്റ് as they come in contact with എന്തൊക്കെ ഉണ്ടാകാം? ബ്ലഡോ അല്ലെങ്കിൽ എന്റെ ബോഡി ഫ്ലൂയിഡ്സോ, സെക്രീഷൻസ് അല്ലെങ്കിൽ എക്രീഷൻ ഓർ അതർ ഐറ്റംസ്. അപ്പൊ അങ്ങനെ ബ്ലഡോ അല്ലെങ്കിൽ എന്തെങ്കിലും യൂറിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒക്കെ ആയിട്ട് ഡയറക്റ്റ് കണ്ടാമിനേറ്റഡ് ആയിരിക്കും. അപ്പൊ നമുക്ക് നേരെ കണ്ടറിഞ്ഞൂടെ? സോയിൽഡ് ലിനൻ മലിനമായിട്ടുള്ള തുണിത്തരങ്ങൾ ഡയറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. അത് പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് കണ്ടാമിനേറ്റഡ് ആണ്, മലിനമാണ് എന്നുള്ളത്. അടുത്തത് മൂന്നാമത്തെയാണ് ഇൻഫെക്റ്റഡ് ലിനൻ എന്ന് പറയുന്നത്. അതെന്തായിരിക്കും ഇൻഫെക്റ്റഡ് ലിനൻ? ദിസ് ടൈപ്പ് ഓഫ് ലിനൻ ക്യാൻ ബി യൂസ്ഡ് ഓർ സോയിൽഡ് ലിനൻ ബട്ട് ഫ്രം എ പേഷ്യന്റ് വിത്ത് എ നോൺ ഓർ സസ്പെക്റ്റഡ് ഇൻഫെക്ഷൻ. എന്താ പറഞ്ഞേക്കുന്നത്? അത് നമുക്ക് ആ ഒരു പേഷ്യന്റിന് ഇൻഫെക്ഷൻ ഉണ്ടെന്ന് അറിയപ്പെടുന്നതോ അല്ലെങ്കിൽ സസ്പെക്റ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സംശയിക്കുന്നു. ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് നമുക്കറിയാം, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് സംശയിക്കുന്ന പേഷ്യൻസ് അവരൊക്കെ ഉപയോഗിച്ചിട്ടുള്ള തുണി ഐറ്റംസ് ആണ് ഇൻഫെക്റ്റഡ് ലിനൻ എന്ന് പറയുന്നത്. This type of linen can be used or soiled. ഉപയോഗിച്ചതാണ് അല്ലെങ്കിൽ എന്താണ് used ആകാം or soiled ആകാം. പക്ഷെ എന്താ പറഞ്ഞേക്കണേ? ബട്ട് ഫ്രം എ പേഷ്യന്റ് വിത്ത് ഇൻഫെക്ഷൻ ഉള്ള പേഷ്യൻസിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്താണ്. രോഗാണുക്കൾ നിറഞ്ഞ ലിനനാണ് ഇൻഫെക്റ്റഡ് ലിനൻ എന്ന് പറയുന്നത്. ലാസ്റ്റത്തെയാണ് തിയേറ്റർ ലിനൻ. തിയേറ്റർ ലിനൻ എന്താണ്? ഓപ്പറേഷൻ തിയേറ്ററിൽ അല്ലെങ്കിൽ സർജിക്കൽ പ്രൊസീജിയറിൽ ഉപയോഗിക്കുന്ന തുണിത്തരങ്ങളാണ് തിയേറ്റർ ലിനൻ. തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്യുന്നത്. യൂസ്ഡ് ഇൻ ഓപ്പറേഷൻ തിയേറ്റേഴ്സ് ഓർ സർജിക്കൽ പ്രൊസീജിയർ. സർജിക്കൽ പ്രൊസീജിയറിലോ അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ലിനൻ, അതാണ് തിയേറ്റർ ലിനൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? നാലെണ്ണോ: യൂസ്ഡ് ലിനൻ, സോയിൽഡ് ലിനൻ, ഇൻഫെക്റ്റഡ് ലിനൻ, തിയേറ്റർ ലിനൻ. യൂസ്ഡ് എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് ഉപയോഗിച്ചതാണ്, പക്ഷെ നമ്മൾ ഡയറക്റ്റ് നോക്കുമ്പോൾ അതിൽ വേറെ കണ്ടാമിനേഷൻ ഒന്നും ഇല്ല. സോയിൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ളതാണ്. അതായത് ഡയറക്റ്റ് നോക്കുമ്പോൾ അതിൽ ബ്ലഡോ യൂറിനോ അല്ലെങ്കിൽ എക്സ്ക്രീഷൻസ് അതുപോലെ തന്നെ സെക്രീഷൻ എന്തെങ്കിലുമൊക്കെ കാണാം നമുക്ക് നേരെ നോക്കുമ്പോൾ. ഇൻഫെക്റ്റഡ് ലിനൻ എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് അറിയുന്നതോ അല്ലെങ്കിൽ അങ്ങനെ സംശയിക്കപ്പെടുന്നതോ ആയിട്ടുള്ള പേഷ്യൻസിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ്. അത് യൂസ്ഡ് ഓർ സോയിൽഡ് ആവാം. ബട്ട് എന്നാല് ഇങ്ങനെ ഇൻഫെക്ഷൻ ഉള്ള പേഷ്യൻസിൽ നിന്ന് കളക്ട് ചെയ്യുന്നത്, അത് ഇൻഫെക്ഷൻ ഉണ്ടെന്ന് സംശയിക്കപ്പെടുന്ന പേഷ്യൻസിൽ നിന്നും കളക്ട് ചെയ്യുന്നത്. തിയേറ്റർ ലിനൻ ഓപ്പറേഷൻ തിയേറ്ററിലോ അല്ലെങ്കിൽ സർജിക്കൽ പ്രൊസീജിയറിലോ അവിടെ ഉപയോഗിച്ചിട്ടുള്ള ലിനനാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നോക്കിയേ. should be safe from potentially infectious material as well as for good hygienic practice. നമ്മൾ പറഞ്ഞില്ലേ ഈ ഇൻഫെക്ഷനിൽ നിന്നൊക്കെ, ഇൻഫെക്ഷ്യസ് മെറ്റീരിയലിൽ നിന്നൊക്കെ നമ്മൾ അതിനെ സേഫ് ആവണമെങ്കിൽ, സുരക്ഷിതമാവണമെങ്കിൽ നമ്മൾ എന്ത് വേണം? നല്ലൊരു ഗുഡ് ഹൈജീനിക് പ്രാക്ടീസ്. ഇത് നമ്മൾ പറഞ്ഞു അത് പ്രോപ്പർ ആയിട്ട് കറക്റ്റ് ഇതായിട്ട് തന്നെ ചെയ്യണം. അല്ലെങ്കിൽ ഇൻഫെക്ഷന്റെ ഇതൊന്നും അതിൽ നിന്ന് പോകില്ല അല്ലെ? കണ്ടാമിനേഷൻ ആയിട്ടുള്ളത് നമ്മൾ പ്രോപ്പർ ആയിട്ട് നമ്മൾ അത് അണുവിമുക്തമാക്കിയില്ലെങ്കിൽ നമുക്ക് അത് ആ പേഷ്യൻസിന് അങ്ങനെ പ്രോപ്പർ ആയിട്ട് നമ്മൾ ചെയ്യാത്തത് പേഷ്യൻസിന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇൻഫെക്ഷനോ അല്ലെങ്കിൽ മറ്റുള്ള ഇതൊക്കെ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത്രയും ഒരു നല്ലൊരു ഹൈജീനിക് ആയിട്ട് വേണം ചെയ്യാനായിട്ട്.
You should always use gloves when handling or taint or contaminated laundry. പിന്നെ സ്റ്റാഫുകളോട് എന്താ പറയുന്നത്? അവിടെ ഗ്ലൗസുകൾ ഉപയോഗിക്കണം. ഇത് കളക്ട് ചെയ്യുന്ന സ്റ്റാഫുകളൊക്കെ ഇല്ലേ, അവർക്ക് കണ്ടാമിനേഷൻ ഒക്കെ ആവാനുള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള തുണിത്തരങ്ങളാണ് അവർ കൈകാര്യം ചെയ്യുക. അത് ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ലിനൻ ഐറ്റംസ് ആണ് അവർ കൈകാര്യം ചെയ്യപ്പെടുന്നത്, അല്ലെ? അപ്പൊ അവർക്ക് എന്ത് പറ്റും? അവർക്ക് ഇൻഫെക്ഷൻ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? യൂസ് ഗ്ലൗസ്. ഗ്ലൗസുകൾ ഉപയോഗിച്ച് വേണം അത് കളക്ട് ചെയ്യാൻ. വെൻ ഹാൻഡ്ലിംഗ് taint or contaminated laundry. taint ആയിട്ടുള്ള അതിമലിനമായിട്ടുള്ള ലോണ്ടറി കൈകാര്യം ചെയ്യുമ്പോൾ ഗ്ലൗസ് ഉപയോഗിക്കണം. And should remove to change to clean gloves before handling clean linen. clean laundry എന്താ പറഞ്ഞേക്കണേ? ഇനി നമ്മൾ ആ ലോണ്ടറി ഇപ്പൊ നമ്മൾ ഗ്ലൗസ് ഒക്കെ എടുത്ത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ലോണ്ടറി ഒക്കെ എടുത്തു, ലിനൻ തുണി ഐറ്റംസ് ഒക്കെ എടുത്തു വാഷ് ചെയ്യാൻ കൊണ്ടുപോയി എന്നൊക്കെ വിചാരിക്കാം. ഇനി അവിടെ അലക്കി വെച്ചേക്കുന്നത് അല്ലെ ക്ലീൻ ലോണ്ടറി നമ്മൾ അത് കൈകാര്യം ചെയ്യുമ്പോൾ എന്താ ആ ഗ്ലൗസ് മാറ്റണം. ആ ഗ്ലൗസ് ഇട്ട് പിടിച്ചു കഴിഞ്ഞാൽ വീണ്ടും അതിലേക്ക് ഇൻഫെക്ഷൻ ആവുക, അല്ലെ? അലക്കി വെച്ചേക്കുന്ന ക്ലീൻ ആയിട്ടുള്ള തുണിത്തരങ്ങളാണ്. അതിൽ നമ്മൾ ആ ഗ്ലൗസേ പാട് നമ്മൾ ചെന്ന് പിടിക്കരുത്. എന്ത് ചെയ്യണം? റിമൂവ് to change to clean gloves before handling clean laundry. Undo. Remove to change clean gloves before handling clean laundry. Adhe clean laundry കൈകാര്യം ചെയ്യുമ്പോൾ clean gloves തന്നെ ധരിക്കണം, ചേഞ്ച് ചെയ്യണം. നമ്മൾ ആ അഴുക്കുള്ള ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ലോണ്ടറി കൈകാര്യം ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ നമ്മൾ ക്ലീൻ ലോണ്ടറി കൈകാര്യം ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യുന്നു? ക്ലീൻ ഗ്ലൗസ് ചേഞ്ച് ചെയ്യണം. അടുത്തത്, if a person has a contagious disease or is on contact precautions, clothes should be washed separately. അത് നമ്മൾ പറഞ്ഞതാണ്. കണ്ടാജിനസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പ്രെഡ് ചെയ്യുന്നത്, അല്ലെ? ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതാണ് കണ്ടാജിനസ് ഡിസീസ് എന്ന് പറയുന്നത്. അതിന് കോണ്ടാക്ട് പ്രിക്കോഷൻസ് അങ്ങനെയുള്ള ക്ലോത്ത്സ് എന്ത് ചെയ്യണം? വാഷ്ഡ് സെപ്പറേറ്റ്ലി. അതെല്ലാത്തിന്റെ കൂട്ടത്തിൽ വാഷ് ചെയ്യാൻ പാടില്ല. എന്ത് ചെയ്യണം? അത് സെപ്പറേറ്റ് ആയിട്ട് വേണം വാഷ് ചെയ്യാൻ. The washing machine must then be disinfected after washing. ഇനി അത് അങ്ങനെയുള്ള ആ കണ്ടാജിനസ് ഡിസീസ് ഉള്ള അല്ലെ അങ്ങനെയുള്ള തുണിത്തരങ്ങൾ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ വാഷ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? വാഷിംഗ് മെഷീൻ ഡിസിൻഫെക്റ്റഡ് ചെയ്യണം. കണ്ടോ? Then the washing machine must then be disinfected after washing. ആ തുണികളെല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം വാഷ് ചെയ്യാൻ. ഇനി വാഷ് ചെയ്തതിനു ശേഷം വാഷിംഗ് മെഷീൻ ഡിസിൻഫെക്റ്റ് ആണ് നശീകരണം നടത്തണം. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ, സെപ്പറേറ്റ് കളക്ഷൻ ഓഫ് ഇൻഫെക്റ്റഡ് ലിനൻ. All linen after use should be collected in each department or ward and segregated into potentially infective and non-potentially infected. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? നമ്മൾ ഏതോ യൂസ് ചെയ്തിട്ടുള്ള ഈ ഇൻഫെക്റ്റഡ് ലിനൻ നമ്മൾ എപ്പോഴും പറഞ്ഞു അത് മറ്റുള്ള തുണികളുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ല. അതിനെ സെപ്പറേറ്റ് ആയിട്ട് വേണം കളക്ട് ചെയ്യാൻ. അതാണ് ആ ഹെഡിങ് കൊടുത്തേക്കുന്നത്. സെപ്പറേറ്റ് കളക്ഷൻ ഓഫ് ഇൻഫെക്റ്റഡ് ലിനൻ. ഇൻഫെക്റ്റഡ് ലിനൻ സെപ്പറേറ്റ് കളക്ട് ചെയ്യണം. ഓൾ ലിനൻ ആഫ്റ്റർ യൂസ് to be collected in each department or ward. ഓരോ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ വാർഡിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള തുണിത്തരങ്ങൾ എന്ത് ചെയ്യണം? സെഗ്രിഗേറ്റഡ് ഇൻടു തരംതിരിക്കണം. ഇൻഫെക്റ്റീവ് ആൻഡ് നോൺ പൊട്ടൻഷ്യലി ഇൻഫെക്റ്റീവ് എന്നുള്ളത് അണുബാധ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതും അതിൽ നിന്ന് ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതും അല്ലാത്തതുമായിട്ട് എന്ത് ചെയ്യണം? സെഗ്രിഗേറ്റ് ചെയ്യണം. സെഗ്രിഗേറ്റ് ചെയ്യുന്ന വെച്ചാൽ തരംതിരിക്കണം, സെപ്പറേറ്റ് ചെയ്യണം. Place linen, change linen into a clearly labeled and leak-proof container, bag or bucket. കണ്ടോ? Taint ആയിട്ടുള്ള contaminated ആയിട്ടുള്ള ലിനൻ അതെങ്ങനെ വേണം? ക്ലിയർ ആയിട്ട് നല്ല വ്യക്തമായിട്ട് ലേബൽ ചെയ്തിട്ടുള്ള ലീക്ക് പ്രൂഫ് കണ്ടെയ്നർ, ബാഗിലോ ബക്കറ്റിലോ ഒക്കെ നമ്മൾ അത് വെക്കണം. എന്താ? പേഷ്യന്റ് കെയർ ഏരിയ അതൊന്നും തുറന്നു വെക്കാൻ പാടില്ലാണ്. ക്ലിയർ ആയിട്ട് ഇൻഫെക്റ്റഡ് എന്താ പറയാ ടേഞ്ച് ലിനൻ ആണ് എന്നുള്ളത് വ്യക്തമായിട്ട് പേഷ്യന്റ് കെയർ ഏരിയയിൽ രോഗി പരിചരണ ആ മേഖലയിൽ അത് കൃത്യമായിട്ട് വെക്കണം.
staff who collect, handle, dispose or transport soiled linen are at higher risk. വീണ്ടും ഇതൊക്കെ തന്നെയാ പറയണേ അല്ലേ? ഇങ്ങനെയുള്ള ഇത് കൈകാര്യം ചെയ്യുന്ന സ്റ്റാഫുകളില്ലേ, അവര് ഹൈ റിസ്ക് ആണ് അല്ലെ? അവരുടെ ജോലി തന്നെ എന്താ റിസ്കിയാണ്. അവരിത് എപ്പോഴും ഈ ഇങ്ങനെയുള്ള മലിനമായിട്ടുള്ള തുണികളും ഒക്കെ ആയിട്ട് എപ്പോഴും ആ ഒരു കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസുമായിട്ടൊക്കെ എപ്പോഴും മിങ്കിൾ ചെയ്യുന്നവരാണ്. അപ്പൊ അവർക്ക് ആ ഇൻഫെക്ഷൻ ഒക്കെ അവർക്ക് വരാൻ സാധ്യതയുണ്ട് അല്ലെ? അപ്പൊ അത് അവര് കളക്ട് ചെയ്യുന്നവര്, അത് കൈകാര്യം ചെയ്യുന്നവര്, ഡിസ്പോസ് ചെയ്യുന്നവര്, കൊണ്ടുപോകുന്നവര്, ഇങ്ങനെയുള്ള സോയിലിന് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുടെ സ്റ്റാഫുകള് അവര് ഭയങ്കര ഉയർന്ന അപകട സാധ്യതയിലാണ്. ഓക്കെ, ഞാനിപ്പോ നോക്കിയേ ഒരു കുഞ്ഞു കാര്യമുള്ളൂ. സാനിറ്റൈസിങ് വാഷിംഗ് മെഷീൻ. ഇനി നമ്മളത് ചെയ്ത് ഇതൊക്കെ അലക്കൂലേ, അത് അലക്കിയതിനു ശേഷം വാഷിംഗ് മെഷീൻ സാനിറ്റൈസ് ചെയ്യണം. എന്താ, ഈ വേറെ തുണികൾ ഇടുമ്പോ അതിലേക്ക് ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ? In order to prevent cross contamination തടയാൻ വേണ്ടിയിട്ട്. ക്രോസ് കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞ എന്താ? ട്രാൻസ്ഫർ ഫ്രം one person to another അല്ലെ? ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നതാണ് ക്രോസ് കണ്ടാമിനേഷൻ. അപ്പൊ അങ്ങനെ വേറെ പകരാതിരിക്കാൻ അല്ലെങ്കിൽ ആ ക്രോസ് കണ്ടാമിനേഷൻ തടയുന്നതിന് വേണ്ടിയിട്ട് എവരി വാഷർ ബി സാനിറ്റൈസ്ഡ് അറ്റ്ലീസ്റ്റ് വൺസ് എ ഡേ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. നമ്മള് ആ ക്രോസ് കണ്ടാമിനേഷൻ തടയുന്നതിന് വേണ്ടിയിട്ട് എല്ലാ വാഷറും എന്ത് ചെയ്യണം? ബി സാനിറ്റൈസ്ഡ്, സാനിറ്റൈസ് ചെയ്യണം. എപ്പോഴും അറ്റ്ലീസ്റ്റ് വൺസ് എ ഡേ, ദിവസത്തില് വൺസ് എ ഡേ, ദിവസത്തില് ഒരു ദിവസം അല്ലെ? അറ്റ്ലീസ്റ്റ് വൺസ് എ ഡേ, ദിവസത്തില് ഒരു ദിവസമെങ്കിലും അത് സാനിറ്റൈസ് ചെയ്യണം. വാഷർ സാനിറ്റൈസ് ചെയ്യണം. വാഷിംഗ് മെഷീന് സാനിറ്റൈസ് ചെയ്യണം. ഇനി അടുത്തൊരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ്. ഇതും എക്സാമിന് ചോദിക്കാവുന്ന ഏരിയ തന്നെയാണ് കേട്ടോ. 3 തരത്തിലാണ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം പറയുന്നത്. ഈ തുണിത്തരങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്താണ് ആ ഒരു സമ്പ്രദായം, അത് എങ്ങനെയാണ് ഇത് വിതരണം ചെയ്യുന്നത്, ക്ലീൻ ലിനൻ ഇനി എങ്ങനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, ആ ഡിസ്ട്രിബ്യൂഷൻ വിതരണ സംവിധാനമാണ് പറഞ്ഞേക്കുന്നത്. 3 രീതിയാണ്. സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. എന്താണ് സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം? സെൻട്രലൈസ്ഡ് ആണ്, കേന്ദ്രീകൃതമാണ്. അതാണ് സെൻട്രലൈസ്ഡ് എന്ന് പറയുന്നത്. സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, അതായത് ഒരു സെൻട്രൽ റൂമിന്റെ കൺട്രോളിലായിരിക്കും. ഇതാണ് സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഒരു മെയിൻ ആയിട്ടുള്ള റൂം ഉണ്ട്, ഒരു സെൻട്രൽ റൂം ഉണ്ട്. അവിടേക്ക് ആയിരിക്കും ഈ ക്ലീൻ ലിനൻ ഒരുമിച്ച് വെക്കുന്നത്. അതാണ് ഒരു സെൻട്രൽ റൂം ഉണ്ട്, അതാണ് ഒരു സെൻട്രൽ റൂമിന്റെ കൺട്രോളിലായിരിക്കും. സ്ക്രോൾ ചെയ്തു. ഓക്കെ, സെൻട്രലൈസ്ഡ് എങ്ങനെയാണ്? ഒരു സെൻട്രൽ റൂമിന്റെ കൺട്രോളിലായിരിക്കും. നോക്കിയേ, ഇഷ്യൂയിങ് ഓഫ് ലിനൻ ആൻഡ് ലിനൻ സർക്കുലേഷൻ ഈസ് യൂഷ്വലി കൺട്രോൾഡ് ബൈ ദ സെൻട്രൽ റൂം. അണ്ടർലൈൻ ചെയ്തിട്ട് ആ സെന്റൻസ് അത് എന്താ പറഞ്ഞേക്കുന്നത്? ഒരു സെൻട്രൽ റൂമിന്റെ കീഴിലായിരിക്കും ആ ലിനൻ സർക്കുലേഷൻ. ഇഷ്യൂയിങ് ഓഫ് ലിനൻ, ആ തുണിത്തരങ്ങൾ ഇഷ്യൂ ചെയ്യുന്നതും അത് അതിന്റെ സർക്കുലേഷനും ഒക്കെ ഒരു സെൻട്രൽ റൂമിന്റെ കീഴിലായിരിക്കും. അതായത് പ്രോസസ് ചെയ്യുന്നതും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും എല്ലാം ഒരു സെൻട്രൽ റൂമിന്റെ ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സെൻട്രൽ റൂം ഉണ്ടായിരിക്കും. അതാണ്. This facilitate a better control over the staff. അങ്ങനെ വരുമ്പോഴെന്താ, ആ സ്റ്റാഫിന് ഒരു നല്ലൊരു കൺട്രോൾ കിട്ടൂലേ അല്ലേ? ആ സ്റ്റാഫിന്റെ ഒരു മികച്ച നിയന്ത്രണം ഉണ്ടാവും. ആ ഒരു റൂമിനെ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. അവിടെ നിന്നാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അല്ലെ? All the linen should be distributed. ആ ഒരു സെൻട്രൽ റൂമിൽ നിന്നായിരിക്കണം എല്ലാ തുണിത്തരങ്ങളും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോ എന്താണ്, ആ സ്റ്റാഫുകൾക്ക് അത് ബെറ്റർ ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റൂലേ? നല്ല രീതിയിൽ നിയന്ത്രണം നടത്താൻ പറ്റും.
സ്റ്റാഫിന്റെ ഒരു മികച്ച നിയന്ത്രണം കിട്ടും. അതായത് സ്റ്റാഫിന്റെ കൺട്രോളിലായിരിക്കും. അവിടെ നിന്നാണ് എല്ലായിടത്തേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഒരു സെൻട്രൽ റൂം ഉണ്ട്, അവിടെ സ്റ്റാഫിന് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. പല പല ഇടങ്ങളിലൊക്കെ കൊടുത്ത എല്ലാവർക്കും അവരുടെ കണ്ടെത്തണമെന്നില്ല, അല്ലേ? അപ്പൊ ഒന്നാമത്തെയാണ് കേട്ടോ സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ. ഒരു സെൻട്രൽ റൂമിന്റെ കീഴിലായിരിക്കും. അവിടുത്തെ പ്രോസസ് ലിനൻ സർക്കുലേഷൻ അല്ലെങ്കിൽ തുണിത്തരങ്ങൾ ഇഷ്യൂ ചെയ്യുന്നതും ലിനൻ സർക്കുലേഷനും എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഒരു സെൻട്രൽ റൂം ആയിരിക്കും. അപ്പൊ എന്ന് പറഞ്ഞാൽ അവിടെ നിന്നായിരിക്കും ഓൾ ടൈപ്പ് ഓഫ് ലിനൻ ഡിസ്ട്രിബ്യൂട്ടഡ്. അപ്പൊ അവിടത്തെ എന്തിനുള്ള സൗകര്യം ഒരുക്കുന്നത്? ബെറ്റർ കൺട്രോൾ ഓവർ ദ സ്റ്റാഫ്. ഇത് സ്റ്റാഫിന് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റൂലേ? സ്റ്റാഫിന്റെ മേൽ മികച്ച നിയന്ത്രണം നൽകുന്നു. സ്റ്റാഫിന്റെ കൺട്രോളിലായിരിക്കും. രണ്ടാമത്തെയാണ് ഡീസെൻട്രലൈസ്ഡ് ലിനൻ സർവീസ്. വികേന്ദ്രീകൃതമായിട്ടുള്ള ഡീസെൻട്രലൈസ്ഡ് ആണ്. അതെങ്ങനെയാ? അണ്ടർ ദി സിസ്റ്റം ദ ഡിഫറെന്റ് യൂണിറ്റ് സച്ച് ആസ് വാർഡ്, ഓപ്പറേഷൻ തിയേറ്റർ, ഇങ്ങനെയുള്ള പല യൂണിറ്റുകൾ ഉണ്ടായിരിക്കും. കണ്ടോ? അങ്ങോട്ടാണ് allotted with the needed quota of the linen articles. ലിനൻ മെറ്റീരിയലിലെ തുണിത്തരങ്ങള് അതിന്റെ ഓരോ ക്വാട്ടകള് ആ ഓരോ യൂണിറ്റിലേക്ക്, വാർഡിലേക്ക്, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക്, അങ്ങനെയാണ് അത് കൊടുക്കുന്നത്. പല യൂണിറ്റിലാണ് കേട്ടോ. പല യൂണിറ്റ് ഉണ്ടായിരിക്കും, ഓപ്പറേഷൻ തിയേറ്റർ, വാർഡ്, അങ്ങനെയൊക്കെ. അപ്പൊ അവർക്കൊക്കെ ഓരോ ക്വാട്ട ഉണ്ടാക്കി ഇത്ര എണ്ണം വീതെന്ന്. അതൊക്കെ ഏതൊക്കെ യൂണിറ്റിലേക്ക് എത്ര എണ്ണം വേണം, അതിനൊരു ക്വാട്ട ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇത്ര എണ്ണം എന്നുള്ളത്, ഇത്ര എണ്ണം വാർഡിലേക്ക്, അതായത് നീഡ് ഓഫ് ക്വാട്ട അതനുസരിച്ചിട്ടാണ് ഇതിന് ഡിഫറെന്റ് യൂണിറ്റിലേക്ക് കൊടുക്കാനുള്ള ഒരു സിസ്റ്റം ആണ്. നീഡ് ഓഫ് ക്വാട്ട അനുസരിച്ച് പല യൂണിറ്റിലേക്ക് കൊടുക്കാനുള്ള സിസ്റ്റം ആണ്. ഒരു സെൻട്രൽ റൂമിലല്ല, അത് പല യൂണിറ്റ് ഉണ്ടായിരിക്കും. വാർഡ്, അത് പിന്നെ ഓപ്പറേഷൻ തിയേറ്റർ, അങ്ങനെയുള്ള ഡിഫറെന്റ് ഏരിയയിലാണ് അത് കൊടുക്കുന്നത്. അവർക്ക് ഓരോ ഫിക്സ്ഡ് ക്വാട്ട ഉണ്ടായിരിക്കും, അതനുസരിച്ച് ഓരോ യൂണിറ്റിലേക്കാണ് കൊടുക്കുന്നത് കേട്ടോ. ഇതാണ്, അതായത് ആ ക്വാട്ട അനുസരിച്ച് ഡിഫറെന്റ് യൂണിറ്റിലേക്കാണ് കൊടുക്കുന്നത്. മനസ്സിലായോ? ഇത്ര എണ്ണം, ഇപ്പൊ വാർഡിലേക്ക് ഇത്ര എണ്ണം വേണം, അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഇത്ര എണ്ണം വേണം. ആ ക്വാട്ട അനുസരിച്ച് പല യൂണിറ്റിലേക്കാണ് അത് കൊടുക്കുന്നത്. മറ്റതെല്ലാം ഒറ്റ ഒരു സെൻട്രൽ റൂമിലായിരിക്കും, റൂമിന്റെ കീഴിലായിരിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? ഡീസെൻട്രലൈസ്ഡ് എന്താന്നുള്ളത്? അതായത് ആ ക്വാട്ട അനുസരിച്ച്, നീഡ് ഓഫ് ക്വാട്ട അനുസരിച്ച് പല യൂണിറ്റിലേക്കും കൊടുക്കാനുള്ള, ഡിഫറെന്റ് യൂണിറ്റിലേക്ക് കൊടുക്കാനുള്ള ഒരു സിസ്റ്റം ആണ് ഡീസെൻട്രലൈസ്ഡ് ലിനൻ സർവീസ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക്? ഇപ്പൊ വാർഡിൽ എത്ര വേണം, അത്രയും ക്ലീൻ ലിനൻ ആ വാർഡിലേക്ക് കൊടുക്കും. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എത്ര വേണം, അങ്ങനെ പല യൂണിറ്റിലേക്കാണ് കൊടുക്കുന്നത്. അത്രയും നോട്ട് ചെയ്ത് വെക്കാം. നീഡ് ഓഫ് ക്വാട്ട അനുസരിച്ച് പല യൂണിറ്റിലേക്കാണ് ആർട്ടിക്കിൾസ് പ്രൊവൈഡ് ചെയ്യുന്നത്, ലിനൻ ആർട്ടിക്കിൾസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഗിഫ്റ്റി, റിതുമോൾ, ആമിന, ഓക്കെ ആണോ? ഓക്കെ. അടുത്ത നോക്കിയ മിക്സ്ഡ് ആണ്. മിക്സ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടിന്റെയും കൂടി, രണ്ടും കൂടി ഉള്ളതാണ്. അതാണ് മിക്സ്ഡ് ലിനൻ സർവീസ് എന്ന് പറയുന്നത്. ലിനൻ സപ്ലൈ ടു സർട്ടൻ സ്പെഷ്യൽ ഏരിയ ആർ ഡൺ ഓൺ ബേസിസ് ഓഫ്, കുറച്ച് ഏരിയയിൽ എങ്ങനെ കൊടുക്കും? കുറച്ച് ഏരിയയിൽ എന്തിനെ ബേസ് ചെയ്ത? ഡീസെൻട്രലൈസേഷൻ ആയിരിക്കും. കണ്ടോ? ബട്ട് ദ റെസ്റ്റ് ഓഫ് ദ ഏരിയ ഫോളോ സെൻട്രലൈസ്ഡ് ലിനൻ സപ്ലൈ ആയിരിക്കും. കണ്ടോ? കുറച്ച് ഏരിയയിൽ ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം, കുറച്ച് ഏരിയയിൽ സെൻട്രലൈസ്ഡ് ലിനൻ സപ്ലൈ ആയിരിക്കും. The linen used in our hospital services make a huge effect on the quality of care provided. ശരിയല്ലേ? ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന തുണിത്തരങ്ങള് അല്ലെ, ലിനൻ, അതിന്റെ ആ ഹോസ്പിറ്റൽ സർവീസിന്റെ ക്വാളിറ്റി, അതിലൊരു നല്ലൊരു പങ്കില്ലേ? ക്വാളിറ്റി ഓഫ് കെയർ. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും നല്ല നീറ്റ് ആണ്, എല്ലാം കറക്റ്റ് ആണ്. അപ്പൊ ആ ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു വലിയൊരു എഫക്റ്റ് ആണ്, ഹ്യൂജ് എഫക്റ്റ് ആണ് ആ ക്വാളിറ്റിക്ക് അല്ലെ. നല്ല രീതിയിലുള്ള ആ ലിനൻ
ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ക്ലീൻ ആയിട്ടുള്ള ലിനൻ നമ്മൾ ഉപയോഗിക്കുന്നത് ആ ഒരു ക്വാളിറ്റി നിലനിർത്താൻ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റിനെയാണ് അത് അഫക്ട് ചെയ്യുന്നത്, അല്ലെ? നല്ല രീതിയിൽ കൊടുക്കുമ്പോൾ, എല്ലാം പ്രോപ്പർ ആയിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ അത് നല്ലൊരു ക്വാളിറ്റിയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എവരി ഹോസ്പിറ്റൽ നീഡ്സ് ടു ഹാവ്, അതൊന്നും അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. എവരി ഹോസ്പിറ്റൽ നീഡ്സ് ടു ഹാവ് എത്ര സെറ്റ് വേണം? 6 സെറ്റ് ഓഫ് ലിനൻ ഫോർ ഈച്ച് ബെഡ്. ഓരോ ബെഡിലേക്കും 6 സെറ്റ് ലിനൻ വേണം. ഓരോ ബെഡിലേക്കും 6 സെറ്റ് തുണിത്തരങ്ങൾ വേണം. 6 സെറ്റ് ഓഫ് ലിനൻ. എന്തൊക്കെയാ ലിനൻ റൊട്ടേഷൻ? 6 സെറ്റ് ഓഫ് ലിനൻ റൊട്ടേഷൻ ഫോർ 1 ഇൻപേഷ്യന്റ് ബെഡ് അറ്റ് എ ടൈം. ഒരു ഇൻപേഷ്യന്റിന് 6 സെറ്റ് ലിനൻ വേണം. ലിനൻ റൊട്ടേഷൻ പറയുന്നത് 1 സെറ്റ് ഈക്വൽ. ഒരു സെറ്റ് എന്ന് പറഞ്ഞ എന്താ? ഒരു സെറ്റ് എന്താണ്? 1 ഷീറ്റ് പ്ലസ് 1 പില്ലോ കവർ. ഒരു ഷീറ്റും ഒരു പില്ലോ കവറും, അതാണ് 1 സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഇൻപേഷ്യന്റിന് എത്ര സെറ്റ് ലിനൻ വേണം? 6 സെറ്റ് വേണം. ക്ലിയർ ആയോ? ചോദിക്കാറുണ്ട് കേട്ടോ. 1 സെറ്റ് ഈക്വൽ എത്രയാ? അത് അന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. 2 ആ ബോൾഡിൽ എഴുതിയേക്കുന്നത് 2ഉം അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ഒരു ഇൻപേഷ്യന്റിന് 6 സെറ്റ് ലിനൻ വേണം. അത് ഏതൊക്കെയാ? ഒരു സെറ്റ് എന്ന് പറഞ്ഞാല് ഏതാണ്? ഒരു ഷീറ്റും ഒരു പില്ലോ കവറും. 1 ഷീറ്റ് പ്ലസ് 1 പില്ലോ കവർ, അതാണ് 1 സെറ്റ് എന്ന് പറയുന്നത്. ഇനി നോക്കിയ റൊട്ടേഷൻ എങ്ങനെയാണ് വെച്ചാൽ, സർക്കുലേഷൻ എങ്ങനെയാ? ലിനൻ റൊട്ടേഷൻ എങ്ങനെയാ? 2 സെറ്റ് ഫോർ വാഷ്. 2 സെറ്റ് എങ്ങോട്ടാ പോണേ? വാഷ് ചെയ്യാൻ. 2 സെറ്റ് കഴുകാനായിട്ട് കൊണ്ടുപോവാണ്. കണ്ടോ? 2 സെറ്റ് ഫോർ വാഷ്. 1 ബെഡ്ഷീറ്റ് ഓൺ ദ വേ ടു ദ ലോണ്ടറി. അതായത് ഒരു ബെഡ്ഷീറ്റ് ലോണ്ടറിയിലേക്ക് അലക്കുന്ന അങ്ങോട്ടേക്ക് പോണ വഴിയും, while one sheet already in the laundry washing cycle. ഒരെണ്ണം ലോണ്ടറിയിലെ വാഷിംഗ് സൈക്കിളിൽ ഉണ്ടാവും. അങ്ങനെ 2 സെറ്റ് വാഷില്, ഒരെണ്ണം വാഷ് ചെയ്യാൻ കൊണ്ടുപോകുന്നത്, ഒരെണ്ണം വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 2 സെറ്റ് കിട്ടിയോ? ലിനൻ റൊട്ടേഷനിലെ 2 സെറ്റ്സ് ഫോർ വാഷ് എന്ന് പറഞ്ഞത് മനസ്സിലായോ? ഒരെണ്ണം നമ്മൾ അലക്കാൻ കൊണ്ടുപോവുക, ഒരെണ്ണം വാഷിംഗ് മെഷീനിൽ അലക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ 2 സെറ്റ്. 2 സെറ്റ്സ് ഇൻ യൂസ്. 2 സെറ്റ് ഉപയോഗിക്കാനുള്ളത് 2 സെറ്റ്. അതായത് 1 ബെഡ്ഷീറ്റ് ഷുഡ് ബി ഓൾറെഡി ഓൺ ദ ബെഡ്. ഒരെണ്ണം ബെഡിലോ ഓൾറെഡി വേണം, ഒരെണ്ണം ബെഡിൽ വിരിക്കുന്നത്. while all should be ready to be used. ഒരെണ്ണം ഉപയോഗിക്കാൻ തയ്യാറായിട്ടുള്ളതും വേണം. ഒരെണ്ണം എന്താ? ആ ബെഡ്ഷീറ്റിൽ ഇടണം, ആ ബെഡിൽ ഇടണം. ഒരെണ്ണം ഉപയോഗിക്കാൻ തയ്യാറായിട്ടിരിക്കുന്നതും ഒരെണ്ണം വേണം. അടുത്ത് നോക്കിയ 2 സെറ്റ്സ് ഇൻ സ്റ്റോക്ക്. 2 സെറ്റ് സ്റ്റോക്കും വേണം. അങ്ങനെ 6 സെറ്റ് കിട്ടിയോ? അത് ക്ലിയർ ആയോ കണക്ക്? 2 സെറ്റ് ഫോർ വാഷ്, 2 സെറ്റ് ഇൻ യൂസ്, 2 സെറ്റ് ഇൻ സ്റ്റോക്ക്. 2 സെറ്റ് എപ്പോഴും സ്റ്റോക്ക് വേണം. ഇത് ആർക്കാ? ഒരു ഇൻപേഷ്യന്റിന്റെ കാര്യമാണ് കേട്ടോ. ഒരു ഇൻപേഷ്യന്റിന് 6 സെറ്റ് ലിനൻ വേണം. 2 സെറ്റ് വാഷിന്. വാഷ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം കഴുകാൻ കൊണ്ടുപോകണം, ഒരെണ്ണം ഓൾറെഡി വാഷിംഗ് മെഷീനിൽ കിടക്കണം. 2 സെറ്റ് യൂസ് എന്ന് പറഞ്ഞ എന്താ? ഒരു ബെഡ്ഷീറ്റ് ഓൾറെഡി ബെഡിലുണ്ട്, ഒരെണ്ണം ഉപയോഗിക്കാൻ തയ്യാറായിട്ടുള്ളതും. അടുത്ത് നോക്കിയേ 2 സെറ്റ്സ് ഇൻ സ്റ്റോക്ക്. 2 സെറ്റ് എപ്പോഴും സ്റ്റോക്കും വേണം. ഇനി അടുത്തത് ചലഞ്ചസ് ആണ്. ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് ഫേസ് ചെയ്യുന്ന വെല്ലുവിളികള്. ചലഞ്ചസ് എന്തൊക്കെയാണ്? ഓക്കെ, നോക്കിയേ എന്തൊക്കെ വരാം, എന്തൊക്കെയാണ് അവര് നേരിടുന്ന വെല്ലുവിളികൾ നോക്കിയേ. The laundry department faces some major challenges. They are. എന്തൊക്കെയാണ് challenges? Loss of linen or theft. കണ്ടോ? തുണിത്തരങ്ങള് നഷ്ടപ്പെടാം, അല്ലെങ്കിൽ മോഷണം പോകാം. അങ്ങനെ നഷ്ടപ്പെടാം. ഇത് 1 2 അല്ലല്ലോ അവിടെ, അല്ലേ? കുറേ ഈ ഹോസ്പിറ്റലിലെ എല്ലാ റൂമിൽ നിന്നും അല്ലെങ്കിൽ എല്ലായിടത്തും നിന്ന് കളക്ട് ചെയ്യുമ്പോ 8 കണക്കിന് തുണികൾ ഉണ്ടാവും. അതിൽ വേണമെങ്കിൽ നല്ലതൊക്കെ നോക്കി 2 സ്റ്റാഫുകൾക്ക് വേണമെങ്കിൽ മോഷ്ടിക്കാം, അല്ലേ? ഇഷ്ടംപോലെ ഒരുമിച്ചല്ല നമ്മൾ എടുക്കുന്നത്. ഒന്നുകിൽ നഷ്ടപ്പെടാം, അല്ലെങ്കിൽ മോഷണം പോകാം. അത് ആരാ? ഈ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് നേരിടുന്ന വെല്ലുവിളിയാണ്. ക്ലിയർ അല്ലേ? ലോസ് ഓഫ് ലിനൻ ഓർ തെഫ്റ്റ്. അടുത്ത് നോക്കിയേ, ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ. HAI, ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ അടുത്തൊരു വെല്ലുവിളിയാണ്.
ഹോസ്പിറ്റൽ അക്വേർഡ് HAI പഠിച്ചതല്ലേ, ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ അല്ലെ, ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന ഇൻഫെക്ഷൻ. അപ്പൊ അങ്ങനെ അതൊരു വെല്ലുവിളിയാണ്. Then lack of well defined laundry hygienic process, നല്ല ഒരു ഹൈജീനിക് ലോണ്ട്രി പ്രോസസ്സിന്റെ അഭാവം, നല്ലൊരു ഹൈജീനിക് ലോണ്ട്രി പ്രോസസ്സിന്റെ അഭാവം. ലോണ്ട്രി ഇത് ഹൈജീനിക് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ വരാം അല്ലെ, അതൊരു അതിന് മുന്നേ ഒരു പോയിന്റ് ആയിട്ട് നമ്മൾ കൊടുത്തതാണ്. ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്ന ഒരു ചലഞ്ച് ആണ്. ഇനി എങ്ങനെയാ ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ ഒക്കെ എങ്ങനെയാ വരാ, ഒരു നല്ലൊരു ഹൈജീനിക് ലോണ്ട്രി പ്രോസസ്സിന്റെ അഭാവം, അത് ലോണ്ട്രി ഡിപ്പാർട്ട്മെന്റ് നേരിടുന്ന വെല്ലുവിളിയാണ്. പിന്നെ ഹൈ കോസ്റ്റ് ഉണ്ടോ, ഹൈ കോസ്റ്റ് ഉയർന്ന ചെലവ്. Then breakdown of laundry machines. ഇനി ലോണ്ട്രി മെഷീൻസ്, വാഷിംഗ് മെഷീനോ അങ്ങനെയുള്ള ഡ്രയറോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അയണിങ് ചെയ്യാനുള്ള മെഷീനോ അങ്ങനെയൊക്കെ എന്തെങ്കിലും മെഷീൻസ് ഒക്കെ ബ്രേക്ക് ഡൗൺ, തകരാറ് സംഭവിക്കാം. അതും അതിന്റെയൊക്കെ തകരാറ്, അതും ലോണ്ട്രി ഡിപ്പാർട്ട്മെന്റ് ഫേസ് ചെയ്യുന്ന ചലഞ്ചാണ്. ഏതൊക്കെയാണ് അഞ്ചെണ്ണം പറഞ്ഞത്? തുണിത്തരങ്ങള് നമുക്ക് നഷ്ടപ്പെടാം അല്ലെങ്കിൽ മോഷണം പോകാം, ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ, പിന്നെ ലാക്ക് ഓഫ് ഡിഫൈൻഡ് ലോണ്ട്രി, ഹൈജീനിക് ലോണ്ട്രി പ്രോസസ്സിന്റെ അഭാവം, ഉയർന്ന ചെലവ്, ബ്രേക്ക് ഡൗൺ ഓഫ് ലോണ്ട്രി മെഷീൻസ്. ക്ലിയർ ആണോ നോക്കിയേ? ഓക്കെ, ഓക്കെ ആണോ? ഇനി ഒരു കുഞ്ഞു പാരഗ്രാഫ്, ഒരു കൺക്ലൂഷൻ പോലാണ് തന്നേക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മളൊക്കെ തന്നെയാണ് വീണ്ടും വരുന്നത്. A hospital laundry service are thus responsible for providing safe, clean, ample and timely application of linen to user unit of the hospital. എങ്ങനെ കൊടുക്കുന്നത്? At the right time, ശരിയായ സമയത്ത്, ശരിയായ ക്വാളിറ്റിയില്, ശരിയായ പ്ലേസില് കൊടുക്കുക, പ്രൊവൈഡ് ചെയ്യുക. അതാണ് ഈ ലോണ്ട്രി സർവീസിന്റെ റെസ്പോൺസിബിലിറ്റി. എങ്ങനെ? സേഫ് ആയിട്ടുള്ള, ക്ലീൻ ആയിട്ടുള്ള, ആംഗിൾ എന്ന് പറഞ്ഞാൽ മതിയാവോളം അത് ഉള്ള തുണിത്തരങ്ങള് എന്ത് ചെയ്യുക? ശരിയായ സമയത്ത്, ശരിയായ ക്വാളിറ്റിയില്, ശരിയായ പ്ലേസില് പ്രൊവൈഡ് ചെയ്യുക. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. So the following department is responsible for providing safe, clean, ample and timely application of linen. The user unit. ഇതാണ് ആർക്കാണ്? അത് കാണുമ്പോൾ തന്നെ അറിയാലോ അല്ലെ, ഇതെന്ന് കാണുമ്പോൾ തന്നെ അറിയാം ലോണ്ട്രി ആൻഡ് ലിനൻ സർവീസ് ആണ്. Then every healthcare department has aim of making sure their patients are comfortable and ultimately that they are safe and healthy. അല്ലെ, ഓരോ ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റിനും അവരുടെ പേഷ്യൻസ് നല്ല സേഫ് ആയിരിക്കണം അല്ലേ? എയിം എന്താ അവർക്കടെ? മേക്കിംഗ് ഷുവർ ദർ പേഷ്യന്റ് ആർ കംഫർട്ടബിൾ. ഓരോ ഡിപ്പാർട്ട്മെന്റിനും അവരുടെ പേഷ്യൻസ് അത്യന്തികമായി സുരക്ഷിതരും, അവര് നല്ല ഹെൽത്തി അല്ലെ, സേഫ് ആൻഡ് ഹെൽത്തി, അവർ ആരോഗ്യകരമാണ്, അല്ലെങ്കിൽ നല്ല ഹെൽത്തി ആണ് എന്ന് ഉറപ്പാക്കുകയാണ് ഓരോ എവരി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, എയിം എന്ന് പറയുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. ലാസ്റ്റ് സെന്റൻസ്, ഫസ്റ്റ് സെന്റൻസും ലാസ്റ്റ് രണ്ട് സെന്റൻസ് ഉള്ളൂ എങ്കിലും അതിനകത്ത് ആ സേഫ്, ക്ലീൻ, ആംബിൾ, ടൈംലി അപ്ലൈ ഓഫ് ലിനൻ അത് ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് ചോദിക്കാം. പിന്നെ ഓരോ ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റിന്റെയും ലക്ഷ്യം എന്താ? അവരുടെ പേഷ്യൻസ് അല്ലെ, ആ പേഷ്യൻസ് കംഫർട്ടബിൾ ആയിട്ടുള്ള, അൾട്ടിമേറ്റ് സേഫ് ആൻഡ് ഹെൽത്തി ആണ് എന്ന് ഉറപ്പുവരുത്തുകയാണ് ഓരോ ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റിന്റെയും എയിം എന്ന് പറയുന്ന ലക്ഷ്യം. ക്ലിയർ അല്ലേ? ഈ ചാപ്റ്റർ എളുപ്പമുള്ള ചാപ്റ്റർ അല്ലായിരുന്നോ? സിമ്പിൾ അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്ന ചാപ്റ്റർ ഹൗസ് കീപ്പിംഗ് ആട്ടോ. നമ്പർ ഒന്ന് ഷെയർ ചെയ്തിട്ടോ. ഹൗസ് കീപ്പിംഗ് മൂന്നാമത്തെ, നെക്സ്റ്റ് ചാപ്റ്റർ ആണ്, മൂന്നാമത്തെ ചാപ്റ്റർ ആണ് ഹൗസ് കീപ്പിംഗ് സർവീസസ്. പേജ് നമ്പർ 70 നിങ്ങൾക്ക് എവിടെ ഇട്ടിട്ടുണ്ട്. housekeeping services.
ഹൗസ് കീപ്പിംഗ് എന്ന് പറയണ എന്താ? ഹൗസ് കീപ്പിംഗ് എന്താ? എന്താണ് ഹൗസ് കീപ്പിംഗ് സർവീസ് എന്ന് പറഞ്ഞാൽ? ഇപ്പൊ ലോണ്ടറി ആൻഡ് ലിനൻ എന്ന് പറഞ്ഞാൽ അലക്കലും കഴുകലും ഒക്കെയാണ് അല്ലേ? ഹോസ്പിറ്റലിലെ ക്ലീനിങ് ആണ്. ഓക്കെ, ഇനി ഇതെല്ലാം ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞാലും ഇത് വേറൊരു ടൈപ്പ്. അത് നമ്മുടെ തുണികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അല്ലെ? ഇതെന്താണ്? നമ്മുടെ ഹോസ്പിറ്റല് തന്നെ, അതായത് നമ്മുടെ ശുചീകരണ പ്രവർത്തനങ്ങളെയാണ് ഹൗസ് കീപ്പിംഗ്, ക്ലീനിങ് പ്രോസസ്സ് തന്നെയാണ് കേട്ടോ. വർക്ക് ഓഫ് ക്ലീനിങ്, അതാണ് ഹൗസ് കീപ്പിംഗ് എന്ന് പറയാം. ഫ്ലോർ ക്ലീനിങ്, നമ്മൾ അടിച്ചു വരാറൊക്കെ ഹോസ്പിറ്റലൊക്കെ നമ്മൾ ചെല്ലുമ്പോ കാണാം, എപ്പോഴും അടിക്കലും തുടക്കലും ഒക്കെ അല്ല അവര്. ഫ്ലോറും ഒക്കെ, ഫ്ലോറും തറ മാത്രമല്ല മൊത്തത്തില് അല്ലെ? ജനലുകള്, ഇതെല്ലാം ടേബിളുകള്, ഇതെല്ലാം തറകള്, ബാത്റൂം ഒക്കെ ശരിയാ. ബാത്റൂം ഇതൊക്കെ നമ്മളിപ്പോ ഹോസ്പിറ്റലിലാണെങ്കിലും നമ്മൾ ചെല്ലുമ്പോഴൊക്കെ അഡ്മിഷൻ ഒക്കെ പറയുമ്പോ അവര് പറയും ചായുള്ളൂ, ക്ലീനിങ് നടക്കാണ്, കുറച്ചു നേരം വെയിറ്റ് ചെയ്യുന്നു പറയും അല്ലേ? അല്ലേ? അതൊരു ക്ലീനിങ് അല്ലേ? നമ്മളൊരു പേഷ്യന്റ് പോയി ആ റൂം ഫുള്ളി ക്ലീൻ ചെയ്ത് നീറ്റ് ആക്കിയിട്ടാണ് അടുത്ത പേഷ്യന്റിന് തരുള്ളൂ. നമ്മളാണെങ്കിലും ജസ്റ്റ് ഒപിയിലൊക്കെ പോയിരിക്കുമ്പോ അറിയാം, എപ്പോഴും അവര് അതികൂടെ എന്താണ് ക്ലീൻ ആക്കിക്കൊണ്ട് നടക്കൂലേ? എപ്പോഴും അവര് എന്താ പറയാ, അടിച്ചു വാരിയും തുടച്ചും ഒക്കെ നടക്കും. ഒരു ക്ലീനിങ് പ്രവർത്തനമാണ് ഹൗസ് കീപ്പിംഗ് സർവീസ്. ക്ലീനിങ് സർവീസ് ആണ്. ദ വേർഡ് ഹൗസ് കീപ്പിംഗ് റെഫേഴ്സ് ടു ദ വർക്ക് ഓഫ് ക്ലീനിങ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാട്ടോ, ഒന്ന് എഴുതി വെച്ചവിടെ. ദ വേർഡ് ഹൗസ് കീപ്പിംഗ്, ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞ വേർഡ്, the word housekeeping refers to, REFERS, refers to the work of cleaning. The word housekeeping refers to work of cleaning. Refers to the work of cleaning. Housekeeping എന്ന് പറയുന്നത് എന്താണ്? ക്ലീനിങ് വർക്കാണ്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ നോക്കാം കേട്ടോ. A patient coming for the time to the hospital when welcomed and a tidy environment as well as an elegant feeling. Elegant എന്ന് പറഞ്ഞാൽ ഗംഭീരമായ. Listen half of his misery. Misery എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അവരുടെ ഒരു ദുരിതം. Misery. And increases his confidence in the hospital. സിമ്പിൾ ആണ്. എന്താണ് പറഞ്ഞേക്കുന്നത്? നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ചെല്ലാണ്. നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഒരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ അവിടുത്തെ ആ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് ഒരു നല്ലൊരു ടൈഡി, ക്ലീൻ ആൻഡ് ടൈഡി, അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിലേക്കാണ് നമ്മൾ വെൽക്കം ചെയ്യണമെങ്കിൽ നമുക്ക് എന്തുണ്ടാവും? നല്ലൊരു ഫീൽ ആയിരിക്കും അല്ലെ? ആ ഹോസ്പിറ്റലിനെ കുറിച്ച് നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇതാണ് അല്ലെ? നമ്മള് എന്താ പറയാ, നമ്മൾ ഇച്ചിരി മെനയും വൃത്തിയൊക്കെ ഉള്ള കൂട്ടത്തിലാണല്ലേ? നമ്മൾ ചെന്ന് കയറുന്ന ആ ഒരു ഇത് തന്നെ, നമ്മൾ എന്താ ആ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ തന്നെ അവിടുത്തെ ഒരു അന്തരീക്ഷം, ഒരു എൻവയോൺമെന്റ് എന്ന് പറയുന്നത് നല്ല ഒരു ക്ലീൻ ആയിട്ടുള്ളതാണെങ്കിൽ നമുക്ക് എന്താ, നമ്മുടെ രോഗം പകുതി മാറും അല്ലെ? നമ്മുടെ ദുരിതം, ലെസൺ എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക, ഹാഫ് ഓഫ് ഹിസ് മിസ്റ്ററി, അതായത് നമ്മുടെ ദുരിതം നമുക്ക് പകുതി കുറയ്ക്കാൻ പറ്റും. അതുകൂടാതെ എന്താ, ആൻഡ് ഇൻക്രീസ് ഹിസ് കോൺഫിഡൻസ് ഇൻ ദ ഹോസ്പിറ്റൽ, അവർക്ക് ആ ഹോസ്പിറ്റലിനോടുള്ള കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ പറ്റൂലേ? അല്ലെ? ഇൻക്രീസ് ഹിസ് കോൺഫിഡൻസ് ഇൻ ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിനോടുള്ള കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ പറ്റും. നമ്മൾ പറയാം കൊള്ളാം എന്നൊരു ഫീല് നമുക്ക് വരൂലേ? ഇല്ലേ? നമ്മൾ ചെല്ലുമ്പോ തന്നെ ആകെ വലിച്ചു വാരി ഒരു അടക്കം ഒതുക്കൂല, ഒരു തുടയ്ക്കാതെ വൃത്തിയില്ലാത്ത അങ്ങനെ ഒരു ഇതിലേക്ക് ചെല്ലുന്നതെങ്കിൽ നമുക്ക് തന്നെ ഒരു കംഫർട്ട് അല്ല അല്ലെ? നമുക്ക് എന്താ പറയാ, നമുക്ക് ആ ഒരു അച്ഛി ഇതെന്താണ് ഒരു വൃത്തി മെനയില്ലാത്ത, അല്ലെ ആ ഒരു തോന്നലായിരിക്കും നമുക്ക്. അപ്പൊ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല ആ ഹോസ്പിറ്റലിനെ കുറിച്ച്. ശരിയല്ലേ? നമ്മളാണെങ്കിലും ശരി, നമ്മളിപ്പോ ഒരു വീട്ടിലേക്ക് കയറിച്ചില്ല, ആ വീട് നല്ല നീറ്റായിട്ട് അല്ലെ, നല്ല എല്ലാം അടക്കി ഒതുക്കി നല്ല വൃത്തിയാണെങ്കിൽ നമുക്ക് എന്താ പറയാ, വീണ്ടും നമുക്ക് അങ്ങോട്ടേക്ക് ഒന്ന് ചെല്ലാൻ തോന്നും. നമുക്കൊരു കോൺഫിഡൻസ് ആണ്. നമ്മൾ പറയും നല്ല അടക്കം ചിന്തയും നല്ല ഇതാണ് നമുക്ക് തോന്നൂലേ? എന്നാൽ നമ്മൾ ചെന്ന് കയറിയപ്പോ തന്നെ ആകെ ഒരു വൃത്തിയില്ല മെനയില എല്ലാം വലിച്ചു വാരി അടിക്കുന്നില്ല, അങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഇഷ്ടപ്പെടോ? നമുക്ക് ഇഷ്ടപ്പെടോ?
ഇല്ല അല്ലെ, നമുക്ക് ഇഷ്ടപ്പെടില്ല. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞേക്കുന്നേ, നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ നല്ലൊരു അന്തരീക്ഷം ആണെങ്കിൽ നമ്മുടെ ദുരിതം, അതായത് ആ രോഗം തന്നെ പകുതി നമുക്ക് മാറുകയോ ചെയ്യും. അതുപോലെ നമുക്ക് എന്താ, ആ ഹോസ്പിറ്റലിനോട് ഒരു കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനും കാരണമാകും. ശരിയാണല്ലോ. ഇൻക്രീസ് ഹിസ് കോൺഫിഡൻസ്. ആ ഹോസ്പിറ്റൽ കൊള്ളാം, അല്ലെങ്കിൽ നല്ല ഒരു നീറ്റാണ്, അല്ലെങ്കിൽ നല്ല ഇതാണ്, നമുക്ക് ആ ഹോസ്പിറ്റലിനെ കുറിച്ച് ഒരു മതിപ്പായിരിക്കും. അപ്പൊ നമുക്കുടെ കോൺഫിഡൻസ്, നമുക്ക് ആ രോഗം മാറും, അല്ലെങ്കിൽ നല്ല നീറ്റാണ്, കുഴപ്പമില്ല, ഓക്കെയാണ് എന്നുള്ളൊരു ഫീല് നമുക്ക് വരും. അതായത് നമുക്ക് ആ ഹോസ്പിറ്റലിനോടുള്ള കോൺഫിഡൻസ്, നമ്മുടെ ആ ഒരു കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. Then housekeeping service, otherwise called environmental service. എക്സാമിന് ചോദിക്കാറുണ്ട്, അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. ഹൗസ്കീപ്പിംഗ് സർവീസ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എൻവയോൺമെന്റൽ സർവീസ്. പരിസര ശുചിത്വം ഒക്കെയാണ് അവിടെ, ക്ലീനിങ് ഒക്കെയാണ്. As very important in providing, എന്തിനാണിത്, safe, clean, pleasant, orderly and functional environment for both the patient and the hospital officials. Officials എന്ന് പറഞ്ഞാൽ പേഴ്സണൽ, ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾക്കും പേഷ്യൻസിനും നല്ലൊരു സുരക്ഷിതമായ, വൃത്തിയുള്ള, സന്തോഷകരമായിട്ടുള്ള, ചിട്ടയായിട്ടുള്ള ഒരു പ്രവർത്തനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം അത് പേഷ്യന്റിനെയും അതുപോലെ സ്റ്റാഫിനെയും സംബന്ധിച്ച് വളരെയധികം പ്രാധാന്യമാണ്. അത് അങ്ങനെ എന്താ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് വളരെയധികം പ്രാധാന്യമുണ്ട്, വളരെയധികം ഇമ്പോർട്ടന്റ് അല്ലേ. പേഷ്യന്റിനെ സംബന്ധിച്ചും ഹോസ്പിറ്റലിലെ ആ സ്റ്റാഫുകളെ സംബന്ധിച്ചും നല്ലൊരു സേഫ് ആയിട്ടുള്ള, ക്ലീൻ, വൃത്തിയുള്ള, പ്ലസന്റ്, സന്തോഷകരമായിട്ടുള്ള, ചിട്ടയായിട്ടുള്ള ഒരു പ്രവർത്തനപരമായ അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യണം. രണ്ടുപേർക്ക് വേണ്ടി, അവർക്കും അതുപോലെ തന്നെ സ്റ്റാഫിനും അതുപോലെ പേഷ്യൻസിനെ സംബന്ധിച്ച് വളരെയധികം പ്രാധാന്യമുണ്ട്. The three important housekeeping tasks in the hospital consist of the following. ഏതൊക്കെയാണ് മൂന്ന് തരത്തിലുള്ള പ്രധാനപ്പെട്ട ഹൗസ്കീപ്പിംഗ് ടാസ്കുകൾ എന്തൊക്കെയാന്ന് നോക്കിയേ. ഹോസ്പിറ്റലിലുള്ള പ്രധാനപ്പെട്ട മൂന്ന് ഹൗസ്കീപ്പിംഗ് ടാസ്കുകള്. ഫസ്റ്റ് നോക്കിയേ, ടു വേണ്ട, ക്ലീനിങ് ആൻഡ് സാനിറ്റൈസിങ്. അങ്ങനെ മതി, ക്ലീനിങ് ആൻഡ് സാനിറ്റൈസിങ്. Cleaning and sanitizing high-touch surfaces in the patient room and the restroom. Patients in the room, റെസ്ട്രൂമുകള്, ഇവിടെയൊക്കെ എന്താണ്, ആ ഉയർന്ന ആ ഹൈ-ടച്ച് സർഫസ് ഏരിയ, ഉയർന്ന ആ എന്താ പറയാ റൂഫ്, അങ്ങനെയുള്ളതല്ലേ, ഉയർന്ന സ്പർശന പ്രതലങ്ങള് വൃത്തിയാക്കുകയും അതുപോലെ അത് സാനിറ്റൈസ് ചെയ്യുക, അണുവിമുക്തമാക്കുകയും ചെയ്യുക. ഇതാണ് ഒന്നാമത്തെ ഒരു ടാസ്ക് ആണ് കേട്ടോ. Clean and sanitizing high-touch surfaces in patient room. പേഷ്യൻസിന്റെ റൂമിലും റെസ്റ്റ് റൂംസുകള്, കോഫി പോലുള്ള സ്ഥലങ്ങളൊക്കെ, റെസ്റ്റ് റൂമുകളിലും ഒക്കെ ഉള്ള ഹൈ-ടച്ച് സർഫസ് ഏരിയ ക്ലീൻ ചെയ്യുക, അതുപോലെ സാനിറ്റൈസ് ചെയ്യുക. രണ്ടാമത്തെ നോക്കിയേ, to fill up empty paper towel, soap containers and office supplies. ഇനി അടുത്തത് ടു ഫില്ലപ്പ് ചെയ്യാൻ, നിറയ്ക്കുക. ഒഴിഞ്ഞ ഇതില്ലേ പേപ്പർ ടവലുകൾ, അതൊക്കെ നമ്മൾ ഓരോന്നും നാപ്കിനും കാര്യങ്ങളും ഒക്കെ നമ്മള് ഈ എന്താ പറയാ, നമുക്ക് ഈ ടവല് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ നമ്മള് ഫില്ല് ചെയ്യുക. അതിനകത്ത് മാറ്റിയിട്ട് നമുക്ക് എന്താ പുതിയത് അവിടെ ഫില്ല് ചെയ്യുക. സോപ്പ് കണ്ടെയ്നർ, അതുപോലെ അത് സോപ്പുകള് കാര്യങ്ങളൊക്കെ ഇതാക്കി വെക്കുക. അതിന്റെ ഓഫീസ് സപ്ലൈസ്, ഓഫീസ് ഉപകരണങ്ങള്, ഇതെല്ലാം ഫില്ലപ്പ് ചെയ്യുക, അതൊക്കെ നികത്തുക എന്നാണ് ഫില്ലപ്പ്. അതായത് ശരിയാക്കി വെക്കുക, അത് പ്രോപ്പർ ഓർഡറിൽ അല്ലെങ്കിൽ ശരിയാക്കി വെക്കുക എന്നുള്ള മീനിങ് ഉള്ളു. ഫില്ലപ്പ് ചെയ്യുക, നടത്തുക. ഒഴിഞ്ഞ പേപ്പർ ടവല്, സോപ്പ് കണ്ടെയ്നേഴ്സ്, ഓഫീസ് സപ്ലൈകള്, ഇതൊക്കെ ഫില്ല് ചെയ്യുക. ടു ഡിസ്പോസ് ഓഫ് ഹോസ്പിറ്റൽ വേസ്റ്റ് പ്രോപ്പർലി. മൂന്നാമത്തെ അവരുടെ കീഴിൽ വരുന്ന ഒരു ടാസ്ക് ആണ് ഈ ഹോസ്പിറ്റലിന്റെ വേസ്റ്റുകള് പ്രോപ്പർ ആയിട്ട് തന്നെ ഡിസ്പോസ് ചെയ്യുക, നിർമാർജനം ചെയ്യുക. അത് കൂട്ടിക്കിടക്കാൻ പറ്റുമോ വേസ്റ്റുകള്? അത് പ്രോപ്പർ ആയിട്ട് തന്നെ കേട്ടാ വേസ്റ്റ്
പ്രോപ്പർ ആയിട്ട് തന്നെ ഹോസ്പിറ്റലിലെ വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യുക. 3 ടാസ്കുകളാണ്. ക്ലീൻ ചെയ്യുക, ഹൈടെക് സർഫസസുകള് ഇതൊക്കെ ക്ലീൻ ചെയ്ത് സാനിറ്റൈസ് ചെയ്യുക, പിന്നെ ഫില്ലപ്പ് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ ഈ ഹോസ്പിറ്റലിലെ വേസ്റ്റുകള് പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യുക. ഇനി അടുത്ത് നോക്കിയേ, ഇമ്പോർട്ടൻസ് ഓഫ് ഹൗസ് കീപ്പിംഗ്. ഒരു ഹൗസ് കീപ്പിംഗിന്റെ പ്രാധാന്യം എന്താ, എന്തിനൊക്കെയാണ്? ടു ഇമ്പാർട്ട് ഹൈജീനിക് എൻവയോൺമെന്റ്. ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താ പറയാ, ഒരു ഹൈജീനിക് എൻവയോൺമെന്റ് നൽകുക. ഇമ്പാർട്ട് എന്ന് വെച്ചാൽ പ്രൊവൈഡ് എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ടു പ്രൊവൈഡ് ഹൈജീനിക് എൻവയോൺമെന്റ് അല്ലെ. നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ഹൗസ് കീപ്പിംഗ് സർവീസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താ ചുറ്റുപാടും ഒക്കെ നല്ല ക്ലീൻ ആക്കണം നമുക്ക് അല്ലെ. ഹോസ്പിറ്റലിലാണെങ്കിൽ നല്ലൊരു സുരക്ഷിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം പ്രദാനം ചെയ്യാനായിട്ട് ഒരു ഹൗസ് കീപ്പിംഗ് സർവീസ് വേണം. അടുത്ത നോക്കിയേ, ടു മീറ്റ് ദ ഹോപ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി. ഒരു സമൂഹത്തിന്റെ പ്രതീക്ഷകൾ നിറവേറ്റാൻ. കമ്മ്യൂണിറ്റി സമൂഹത്തിന്റെ പ്രതീക്ഷകൾ നിറവേറ്റാൻ. അടുത്ത നോക്കിയേ, ടു മെയിൻറ്റെയിൻ എ ഹൈ റെപ്യൂട്ടേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ. റെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, പ്രശസ്തി. ടു മെയിൻറ്റെയിൻ എ ഹൈ റെപ്യൂട്ടേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ പ്രശസ്തി നിലനിർത്താൻ. ടു മെയിൻറ്റെയിൻ ചെയ്യാന്ന് വെച്ചാൽ നിലനിർത്തുക. ടു മെയിൻറ്റെയിൻ എ ഹൈ റെപ്യൂട്ടേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ റെപ്യൂട്ടേഷൻ നിലനിർത്താൻ. ദെൻ അടുത്ത് നോക്കിയേ, ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ. ഹോസ്പിറ്റലിന്റെ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാൻ അല്ലെ. ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാൻ എല്ലാവരും പ്രോപ്പർ ആയിട്ട് ക്ലീൻ ആക്കിയൊക്കെ വെക്കുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വേറെ ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അല്ലെ. അങ്ങനെ കൺട്രോൾ ചെയ്യാൻ. അത് 3 ഏതാണ്, ഇമ്പോർട്ടൻസ് ആണ്. ആദ്യത്തെ പോയിന്റ്സ് നോക്കി വെക്കണം കേട്ടോ. ആ പോയിന്റുകൾ 3 സെക്ഷനും ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഇമ്പോർട്ടന്റ് ഓഫ് ഹൗസ് കീപ്പിംഗ് സർവീസ്. ഒരു നല്ലൊരു അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യാൻ, ഒരു സമൂഹത്തിന്റെ പ്രതീക്ഷകൾ നിറവേറ്റാൻ, ഹോസ്പിറ്റലിന്റെ പ്രശസ്തി നിലനിർത്താൻ അല്ലെ. നമ്മൾ ഒരു നല്ലൊരു റെപ്യൂട്ടേഷൻ അല്ലേ. നല്ല ഹോസ്പിറ്റലാട്ടോ, നല്ല ക്ലീൻ ആണ്, അവിടെ ചെന്നാൽ മതി, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, എല്ലാം നല്ല ഹൈജീനിക് ആണ് എന്ന് പറയുമ്പോൾ ഒരു ഹോസ്പിറ്റലിന്റെ ഒരു റെപ്യൂട്ടേഷൻ അല്ലേ. ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ നിലനിർത്താൻ, ഹോസ്പിറ്റൽ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാൻ. ക്ലിയർ ആയോ 4 പോയിന്റ്? ഓക്കെ ആണോ? ജോണ, ദിവ്യ, ഓക്കെ, പ്രീതി, യെസ്. എന്താണ് പ്രീതിക്കുട്ടി ഇപ്പോഴാണോ കയറുന്നേ? മോർണിംഗ് എപ്പോഴാണോ വന്നേ? ഓക്കെ ആണല്ലേ. അടുത്ത നോക്കിയേ, ഒബ്ജക്റ്റീവ്സ് ആട്ടോ. ഇനി എന്തൊക്കെയാണ് ഈ ഹൗസ് കീപ്പിംഗ് സർവീസിന്റെ ലക്ഷ്യങ്ങള്? എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ്? എന്തൊക്കെയാണ് ലക്ഷ്യങ്ങള്? കോമൺ സാനിറ്റേഷൻ, ക്ലീൻനെസ് ആൻഡ് കംഫർട്ടബിൾ എൻവയോൺമെന്റ്. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തലയിച്ചൊക്കെ വീണ്ടും മറിച്ചും ഒക്കെ തന്നേക്കണമെന്നുള്ളൂ കേട്ടോ. എന്താണ് ലക്ഷ്യം? എന്താ? കോമൺ സാനിറ്റേഷൻ, പൊതുവായിട്ടുള്ള ശുചീകരണം, ക്ലീൻനെസ്, അതുപോലെ തന്നെ ഒരു നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സുഖപ്രദമായിട്ടുള്ള ഒരു അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യുക. ഒരു ലക്ഷ്യമാണ് ഹൗസ് കീപ്പിംഗിന്റെ. കോമൺ സാനിറ്റേഷൻ, ക്ലീൻനെസ് ആൻഡ് കംഫർട്ടബിൾ എൻവയോൺമെന്റ്. അടുത്ത് നോക്കിയേ, ഡെവലപ്പിംഗ് പൊളൈറ്റ്, റിലയബിൾ ആൻഡ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ. എന്താണ് ഡെവലപ്പിംഗ് പൊളൈറ്റ് ആയിട്ടുള്ള, ഒരു റിലയബിൾ എന്ന് വെച്ചാൽ എന്താ, വിശ്വസനീയമായിട്ടുള്ള, ഫ്രണ്ട്ലി ഒരു സൗഹൃദപരമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ വികസിപ്പിക്കാൻ. പൊളൈറ്റ്, റിലയബിൾ ആൻഡ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. റിലയബിൾ എന്ന് പറഞ്ഞാൽ വിശ്വസനീയമായ, അങ്ങനെ ഒരു നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഹൗസ് കീപ്പിംഗ് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കൊരു എന്താണ് പറയാ, നമുക്കൊരു വിശ്വാസമാണ്. ഹോസ്പിറ്റലിനോട് നമുക്കൊരു വിശ്വാസമാണ് അല്ലെ. അതുപോലെ തന്നെ ഫ്രണ്ട്ലി, സൗഹൃദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക. ഗുഡ് ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ഹാർട്ടി റിലേഷൻ. ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഇടയിലുള്ള ഒരു സൗഹൃദപരമായ ബന്ധം നിലനിർത്താൻ, നല്ലൊരു ബന്ധം നിലനിർത്താൻ. ഗുഡ് ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ഹാർട്ടി റിലേഷൻ. ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഇടയിൽ ഒരു സൗഹൃദപരമായിട്ടുള്ള ഒരു ബന്ധം നിലനിർത്താൻ. Then ensuring
safety of staff, patients and relatives. Ensure ചെയ്യാന്ന് വെച്ചാൽ ഉറപ്പുവരുത്തുക. സ്റ്റാഫിന്റെ, പേഷ്യൻസിന്റെ, റിലേറ്റീവ്സിന്റെ ഒക്കെ സേഫ്റ്റി ഉറപ്പുവരുത്തുക. സേഫ്റ്റി ഉറപ്പുവരുത്തുക. Ensuring safety of staff, patients and relatives. Then, അടുത്ത നോക്കിയേ, second last point, quality restaining of sanitary equipments and cleaning agents. Quality restaining, restain ചെയ്യാന്ന് വെച്ചാൽ നിലവാരം നിലനിർത്തുക എന്നുള്ളതാണ്. ക്വാളിറ്റി, ഗുണനിലവാരം നിലനിർത്തുക. ഇതിന്റെ ഓഫ് സാനിറ്ററി എക്യുപ്മെന്റ്സ്, അതുപോലെ ക്ലീനിങ് ഏജൻസിന്റെയും സാനിറ്ററി എക്യുപ്മെന്റ്സിന്റെയും ഒക്കെ ക്വാളിറ്റി നിലനിർത്തുക, റീസ്ട്രെയിൻ ചെയ്യുക, നിലനിർത്തുക. Then proper record keeping and feedback. പ്രോപ്പർ ആയിട്ട് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചുള്ള പ്രോപ്പർ ആയിട്ടുള്ള റെക്കോർഡുകൾ അതൊക്കെ കീപ്പ് ചെയ്യുക. അതുപോലെ ഫീഡ്ബാക്കുകൾ, ശരിയായ റെക്കോർഡ് സൂക്ഷിക്കലും ഫീഡ്ബാക്കുകളും ഒക്കെ കീപ്പ് ചെയ്യുക. ഫീഡ്ബാക്കും ഒക്കെ നോക്കുക. അത്രയാണ് ഒബ്ജക്റ്റീവ്സ്. അതും 5 പോയിന്റ് നോട്ട് ചെയ്യുക. 6 പോയിന്റ് കൂടി ഇതിന്റെ ഒപ്പം നോക്കി വെക്കണം കേട്ടോ. ഓക്കെ, വായിച്ചറിയാലോ. എല്ലാത്തിലും ആ ഒരു ഇതുമായിട്ട് ക്ലീൻനെസ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പോയിന്റ്സ് ഒക്കെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവണമെന്നില്ല ഒബ്ജക്റ്റീവ്സ് കേട്ടോ. ഓക്കെ ആണോ? കോമൺ സാനിറ്റേഷൻ, ക്ലീൻനെസ്, ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യുക, പൊളൈറ്റ്, റിലയബിൾ, ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഡെവലപ്പ് ചെയ്യുക, ഡിപ്പാർട്ട്മെന്റുകൾക്കിടയിൽ ഒരു നല്ലൊരു സൗഹൃദപരമായിട്ടുള്ള ഒരു ഹൃദയബന്ധം നിലനിർത്തുക, സേഫ്റ്റി, സ്റ്റാഫിന്റെ, പേഷ്യൻസിന്റെ, റിലേറ്റീവിന്റെ ഒക്കെ സേഫ്റ്റി ഉറപ്പുവരുത്തുക, എൻഷുർ ചെയ്യുക, ഉറപ്പുവരുത്തുക. Then സാനിറ്ററി എക്യുപ്മെന്റ്സ്, ക്ലീനിങ് ഏജൻസ്, ഇതിന്റെയൊക്കെ ക്വാളിറ്റി, ഗുണനിലവാരം നിലനിർത്തുക, റിസ്റ്റെയിൻ ചെയ്യുക, നിയന്ത്രിക്കുക എന്നുള്ളതാണ് കേട്ടോ. അതായത് സാനിറ്റേഷൻ ചെയ്യാനുള്ള എക്യുപ്മെന്റ്സുകൾ, ക്ലീനിങ് ഏജന്റ്, അതിന്റെ ക്ലീനിങ്ങിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഏജൻസ്, അതൊക്കെ നല്ല എന്താ പറയാ ക്വാളിറ്റി വേണം, നല്ല ക്വാളിറ്റിയിലുള്ളതായിരിക്കണം. അതൊക്കെ നിയന്ത്രിക്കുക. പിന്നെ അടുത്ത് പ്രോപ്പർ ആയിട്ട് റെക്കോർഡ് കീപ്പ് ചെയ്യുക, ഫീഡ്ബാക്കുകൾ. ഓക്കെ, അടുത്തതാണ് ലൊക്കേഷൻ. ഇനി എവിടെയായിരിക്കണം നോക്കിയേ. ലൊക്കേഷൻ എവിടെയാ? അത് നമ്മളെ മിക്കതിലും പഠിക്കണ്ടേ ലൊക്കേഷൻ. ലൊക്കേഷൻ നോക്കിയേ. ഹൗസ് കീപ്പിംഗ് അറ്റൻഡൻസ് ഓൾ ഏരിയാസ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ. എവിടെ വെക്കാം? സെർവ്, അറ്റൻഡൻസ് എന്ന് വെച്ചാൽ സെർവ് ചെയ്യുക, സേവനം. എവിടെയൊക്കെ നമുക്ക് ഈ ഒരു വെക്കാം? എല്ലാ ഏരിയകളും, ഓൾ ഏരിയാസ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ. പക്ഷെ ഒരു കാര്യമുണ്ട്, may be situated in a non-prime area. അണ്ടർലൈൻ ചെയ്തോ? അത് എവിടെ വെക്കണം? നമ്മൾ ഫസ്റ്റ് കയറി ചെല്ലുന്ന എൻട്രൻസിലൊന്നും കൊണ്ടുവന്ന് വെക്കാൻ പാടില്ല. ഹൗസ് കീപ്പിംഗ് ചൂലും അടിച്ചുവാരിയും കഴുകുന്ന ബക്കറ്റും ഇതൊന്നും അവിടെ കൊണ്ടുവന്ന് വെക്കാമോ? ഫ്രണ്ടിൽ തന്നെ വെക്കാൻ പാടില്ല. എവിടെ വേണം വെക്കാൻ? നോൺ പ്രൈം ഏരിയ, അധികം ഇമ്പോർട്ടൻസ് ഇല്ലാത്ത, അധികം പ്രാധാന്യമില്ലാത്ത സ്ഥലത്ത് വേണം വെക്കാൻ. എവിടെയെങ്കിലും ഒരു കോർണറിലോ അല്ലെങ്കിൽ സ്റ്റെയറിന്റെ ഒക്കെ താഴെയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അവർക്ക് ആ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ അധികം ഇമ്പോർട്ടന്റ് ഏരിയയിൽ വേണ്ട. അത് so may be situated in a non-prime area. അണ്ടർലൈൻ ചെയ്തിട്ടോ. അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് may be situated in a dash area. അവിടെ ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ ഇതൊക്കെ ചിലപ്പോൾ കിടക്കും. അപ്പൊ ഇത് ആൻസർ നോക്കി. ഫസ്റ്റോ സെക്കൻഡോ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലായിടത്തും വെക്കാന്നുണ്ട്. പക്ഷെ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണം, അധികം പ്രാധാന്യമുള്ള ഏരിയയിലായിരിക്കണം. ചിലപ്പോൾ അവിടെ പ്രൈം ഏരിയ എന്ന് വരാം, നോൺ പ്രൈം ഏരിയ എന്ന് വരാം, എന്ന് വരാം അല്ലെ? അപ്പൊ ഓപ്ഷൻസ് നോക്കിയില്ല. നോൺ പ്രൈം ഏരിയ, അധികം പ്രാധാന്യമില്ലാത്ത ഏരിയയിലായിരിക്കണം. It should be as far as possible centrally located and close to the vertical transport system to make a way for easy movements of housekeeping material and equipments. Housekeeping materials അല്ലെ? ഹൗസ് കീപ്പിങ്ങിന് വേണ്ട മെറ്റീരിയൽ, അപ്പൊ ചൂല്, ബക്കറ്റ് അങ്ങനെയുള്ള അതൊക്കെ ഇല്ലേ? അതുപോലെ അവിടുത്തെ ഉപകരണങ്ങള്, ഇതിന്റെ ഒക്കെ ആ ഒരു എളുപ്പമുള്ള
അതായത് ഇപ്പൊ ഒരു ഡിപ്പാർട്ട്മെന്റ് എവിടെയാണെങ്കിലും എല്ലായിടത്തേക്കും അവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റുമോ? ഈ റോപ്പ് മോപ്പൊക്കെ ചൂലും ബക്കറ്റും ഇതൊക്കെ എടുത്തുകൊണ്ട് പോകാൻ പറ്റൂല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് കഴിയുന്നവർ സെൻട്രലൈസ്ഡ് ആയിരിക്കണം. അതായത് ഇപ്പൊ നമ്മളെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഫസ്റ്റ് ഫ്ലോർ അതിന്റെ ഏകദേശം ഒരു നടുഭാഗത്തൊക്കെ ആയിട്ട് വെക്കുകയാണെങ്കിൽ എല്ലാ സ്ഥലത്തിലേക്കും അല്ലെ എല്ലാ റൂമിലേക്കും ഒക്കെ ഇത് കൊണ്ടുപോകാനായിട്ട് എളുപ്പമുണ്ട്. ആണ് ഒരു ലംബ ഗതാഗത സംവിധാനം, ഒരു വെർട്ടിക്കൽ ട്രാൻസ്പോർട്ട്. ഇപ്പൊ ഇവിടെ നിന്ന് നേരെ അതിന് വേണ്ടിയിട്ട് ക്ലോസ് ടു ദ വെർട്ടിക്കൽ ട്രാൻസ്പോർട്ട് സിസ്റ്റം to make way for easy movements of housekeeping material and equipment. കണ്ടോ സെൻട്രലൈസ്ഡ് ആയിട്ട് കഴിയുന്നതും അതെവിടെയായിരിക്കണം? സെൻട്രലി ലൊക്കേറ്റഡ് ക്ലോസ് ടു ദ വെർട്ടിക്കൽ ട്രാൻസ്പോർട്ട് സിസ്റ്റം. അതായത് ഇപ്പൊ നമുക്ക് ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു ഫ്ലോർ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം അതൊരു സെൻട്രലൈസ്ഡ് ആയിരിക്കണം. അപ്പൊ നമുക്ക് അവിടെ നിന്ന് കൊണ്ടുപോകാൻ എളുപ്പമാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കത് ഈ എന്താ പറയാ നമുക്ക് മുകളിലേക്കാണെങ്കിലും ഒക്കെ കൊണ്ടുപോകാനൊക്കെ ആ ഒരു സെൻട്രലി ലൊക്കേറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം എന്ന് പറയുന്നത് കേട്ടോ. It should be as far as possible centrally located and close to the vertical transport system. എന്തിനു വേണ്ടിയാ? To make a way for easy movements of housekeeping material and equipment. Housekeeping materialsന്റെ easy movements വേണ്ടിയിട്ട്. അടുത്തതാണ് അത്രയും നോക്കി വെക്കുക കേട്ടോ. നമ്മൾ ഇൻട്രൊഡക്ഷനിൽ ഹൗസ് കീപ്പിംഗ് എന്താണ് പറഞ്ഞത്? ക്ലീനിങ് ആണ് അല്ലെ. ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? വർക്ക് ഓഫ് ക്ലീനിങ്. അതാണ് ഹൗസ് കീപ്പിംഗ് എന്ന് പറയുന്നത്. ഹൗസ് കീപ്പിംഗ് സർവീസ് അറിയപ്പെടുന്ന മറ്റൊരു പേര് പറഞ്ഞല്ലോ, ഏതാണ്? എൻവയോൺമെന്റൽ സർവീസ്. അണ്ടർലൈൻ ചെയ്തിട്ടില്ലേ? എൻവയോൺമെന്റൽ സർവീസ്. അതെന്താ നമുക്ക് നൽകുന്നത്? സേഫ്, ക്ലീൻ, പ്ലസന്റ്, ഓർഡർലി, ഫങ്ഷണലിംഗ് എൻവയോൺമെന്റ് ഫോർ both the patient and hospital officials. ഹോസ്പിറ്റലിലെ പേഷ്യൻസിനും അവിടുത്തെ സ്റ്റാഫുകൾക്കും അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യുന്നു. 3 ഹൗസ് കീപ്പിംഗ് ടാസ്കുകള് നോക്കി വെക്കാം കേട്ടോ. എന്തൊക്കെയാണ്? ക്ലീൻ, സാനിറ്റൈസിങ്, ഹൈ ടച്ച് സർഫസ് ഏരിയകൾ ക്ലീൻ ചെയ്യുക, ഫില്ലപ്പ് ചെയ്യുക, ഒഴിഞ്ഞ ഇതൊക്കെ നേരെയാക്കി അത് ഫില്ല് ചെയ്ത് വെക്കുക, പിന്നെ ഹോസ്പിറ്റൽ വേസ്റ്റുകൾ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യുക. പിന്നെ ഇമ്പോർട്ടന്റ് എന്താണ്? ഫസ്റ്റത്തെ എന്താ? ഒരു നല്ലൊരു അന്തരീക്ഷം പ്രാധാന്യം ചെയ്യാൻ, ഹോസ്പിറ്റൽ കമ്മ്യൂണിറ്റിയുടെ ഒരു ആശകള് പ്രതീക്ഷകള് നിറവേറ്റാൻ, ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ നിലനിർത്താൻ, ഹോസ്പിറ്റൽ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാൻ. പിന്നെ ഒബ്ജക്റ്റീവ്സ് ആണ് കേട്ടോ. നോക്കുക ആ പോയിന്റ്സ്, 6 പോയിന്റ്സും നോക്കാം. പിന്നെ അടുത്ത് നമ്മള് ലൊക്കേഷൻ ആണ് പറഞ്ഞത്. ലൊക്കേഷൻ എങ്ങനെയായിരിക്കണം? ഹൗസ് കീപ്പിംഗ് അറ്റൻഡ്സ് ഓൾ ദ ഏരിയാസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ. എല്ലായിടത്തും വെക്കാന്ന് പറഞ്ഞാണ്. പക്ഷെ എന്താണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞത്? നോൺ പ്രൈം ഏരിയ. അത് അതുപോലെ തന്നെ അണ്ടർലൈൻ ചെയ്തിടാം. ഓക്കെ, നോൺ പ്രൈം ഏരിയ. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ മതി. ലൊക്കേഷൻ വരെയാണ് ഇവിടെ നമ്മൾ പഠിച്ചത്. ബാക്കിയുടെ ഓർഗാനോഗ്രാം അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇത് വലിയ ചാപ്റ്റർ ഒന്നും അല്ല, ചെറിയൊരു ചാപ്റ്റർ തന്നെയാണ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, ഒബ്ജക്റ്റീവ്സും അതിനകത്തുനിന്ന് ആ ലൊക്കേഷനിലെ നോൺ പ്രൈം ഏരിയ എന്നുള്ളത് നോക്കണം, ഇമ്പോർട്ടൻസ് നോക്കണം, ഇന്ന് ഹൗസ് കീപ്പിംഗ് ടാസ്കുകൾ നോക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്നൊക്കെ ഒന്ന് വായിച്ചു വെക്കാം. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ.